പരസ്യ മദ്യപാനം ചോദ്യം ചെയ്ത എക്സൈസ് ജീവനക്കാരെ കയ്യേറ്റം ചെയ്തെന്ന പരാതിയിൽ 3 പേർ പിടിയിലായി. അച്ഛനും മകനുമടക്കം പത്തനംതിട്ട ചിറ്റാർ കൊടുമുടി സ്വദേശികളായ 3 പേരാണ് അറസ്റ്റിലായത്. പ്രതികൾ മദ്യക്കുപ്പിയുമായി എക്സൈസ് ഉദ്യോഗസ്ഥരോട് തർക്കിക്കുന്ന ദൃശ്യങ്ങൾ നേരത്തെ പുറത്തു വന്നിരുന്നു. പിള്ളേര് പോകുന്ന വഴിയല്ല, എന്റെ വീട്ടിൽ നിന്നാ മതി, എന്റെ വീട്ടിൽ നിന്നാ മതി, ഇവിടെ മദ്യവെക്കും. വഴിയോരത്ത് വീട്ടിലേക്കുള്ള പടിക്കെട്ടിലിരുന്ന ജവാൻ സേവയിലായിരുന്നു അരുണും സുഹൃത്ത് അഖിലും. ഈ സമയമാണ് എക്സൈസ് സംഘം ആ വഴി എത്തിയത്. എക്സൈസ് കേസിൽ കോടതി വാറന്റ് അനുസരിച്ച് വിലാസക്കാരനെ തേടി പോകവെയായിരുന്നു സംഭവം. പരസ്യ മദ്യപാനം കണ്ടതോടെ എക്സൈസ് ഉദ്യോഗസ്ഥർ വാഹനം നിർത്തി. തുടർന്ന് ഒരിഞ്ഞ തർക്കം. പരസ്യമായതെങ്കിലും സ്വന്തം സ്ഥലത്താണ് മദ്യസേവയെന്ന് അഖിൽ വിശദീകരിച്ചു. പിള്ളേര് പോകുന്ന വഴിയിലിരുന്ന് മദ്യപിക്കാൻ പറ്റത്തില്ല. പിള്ളേര് പോകുന്ന വഴിയല്ല, എന്റെ വീട്ടിൽ നിന്നാ മതി, എന്റെ വീട്ടിൽ നിന്നാ മതി, ഇവിടെ മദ്യവെക്കും, ഇവിടെ മദ്യവെക്കും. തർക്കത്തിനിടെ ഇയാളുടെ അച്ഛൻ ആനന്ദനും അമ്മയും വിഷയത്തിൽ ഇടപെട്ടു. അതൊന്നും അറിയണ്ട, അതറിയേണ്ട കാര്യമൊന്നും സാറിനില്ല, ഞങ്ങൾക്ക് പറയാനുണ്ട്. ഇവിടെ ഈ വീട്ടിൽ നിന്ന് പിടിച്ചോണ്ട് പോയത്, എന്നെ നന്നായി പിടിച്ചോണ്ട് പോയത് എനിക്കുണ്ട്, അതിന് പരാതി കൊടുത്തു. ആനന്ദൻ മുൻപ് ചാരായം കൈവശം വെച്ചതിന് റിമാൻഡിലായതാണ്. തർക്കം മൂത്തതോടെ കയ്യാങ്കളിയായി. ഇതിനിടെ അരുണിനെ വാഹനത്തിൽ കയറ്റാൻ എക്സൈസ് ഉദ്യോഗസ്ഥർ ശ്രമിച്ചതോടെ അടി പൊട്ടുകയായിരുന്നു അത്രേ. എക്സൈസ് ഇൻസ്പെക്ടർ മനോജ് കുമാറിനെ പ്രതികൾ തല്ലിയെന്നും വിഷയത്തിലിടപെട്ട സിവിൽ എക്സൈസ് ഓഫീസർ അനന്തു, ഡ്രൈവർ ശ്യാംരാജ് എന്നിവർക്കും പരിക്കേറ്റതായി എഫ്ഐആറിൽ പറയുന്നു. എക്സൈസ് ഉദ്യോഗസ്ഥരുടെ പരാതിയിലാണ് ചിറ്റാർ പോലീസ് കേസെടുത്ത് പ്രതികളെ പിടികൂടിയത്. മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട.